ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നെത്തോലി മാങ്ങയിട്ട് വറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്കിതാ ഇവിടെ ഇത്രയും നെത്തോലിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ പോകുന്നത്. മാങ്ങയുടെ തൊലിതാ ഈ രീതിയിൽ ഇങ്ങനെ ചെത്തിയെടുക്കണം. എന്നിട്ട് മാങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഈ നെത്തോലിയുടെ മുള്ള് കീറിയിട്ടാണ് പറ്റിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് മുള്ളിങ്ങനെ വായിൽ പറ്റുമ്പോഴേക്കും മാങ്ങയായിട്ട് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ മുള്ള് കീറിയിട്ടാണ് എടുക്കുന്നത്. മുള്ള് കീറാതെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ മീനിൻ്റെയും മുള്ള് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പിനായിട്ട് ഇവിടെ നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടാതെ 3 ടീസ്പൂണോളം മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചുവന്നുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇത് നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കുക. ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകാതെ ചതച്ചെടുത്താൽ മതി. ഇത് നമ്മൾ മീനിൻ്റെ മാങ്ങയുടെ മുകളിൽ ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ വറ്റി വരാനായിട്ട് ഒരുപാട് താമസം എടുക്കും. നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തീയിൽ നമ്മൾ കുറച്ച് നേരം ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. സിമ്മിൽ തന്നെ ഇട്ട് വേണം വറ്റിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. തവിയിട്ടിളക്കുന്നതിനേക്കാളും കൈ വെച്ച് ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ മാങ്ങ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.